ഇപ്പോൾ നമ്മൾ കാക്കനാട് നിന്ന് പുറപ്പെട്ട് നമ്മൾ പള്ളിക്കത്തോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. പിന്നെ അവൻ്റെ കൂടെ ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ എങ്ങോട്ടാണെന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ചെന്നിട്ട് വേണം എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പാലായി വന്നു. അപ്പോൾ പാലായിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് പള്ളിക്കത്തോട് ചെല്ലാനുള്ളൂ. ഇന്നൊരു ഞായറാഴ്ച ആയതിനാൽ ട്രിപ്പ് ലോങ് പിടിക്കുമോ ഇല്ലയോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ എന്ന് ഇതുവരെ കൺഫേം അല്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത്. അവിടുന്ന് ശേഷം കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് കുറച്ച് കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയി. അപ്പം ഇവരൊക്കെയാണ് കൂട്ടുകാർ. അപ്പം ഇവരോടൊക്കെ വർത്തമാനം പറഞ്ഞു നിന്ന് പിന്നെ നമ്മൾ ഒരു ജീപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് പോകാനുള്ള കാരണം അവിടെ കാർണിവൽ നടക്കുന്നു എന്നതിനാലാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരം ഇങ്ങ് പോന്നു. നമ്മളിന്ന് പോകുന്നത് ചങ്ങനാശ്ശേരി വഴിയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ചായക്കട കയറിയൊക്കെ ചായ കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായ ഒന്നും കുടിക്കാതെയാണ് ഇറങ്ങിയത്. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയി, സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ വഴി കണ്ട ഒരു ചായക്കടയിൽ നിർത്തി. അവിടെ നിന്ന് ചായയും കടികളൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ആലപ്പുഴയിലോട്ട് പോയത്. ഇക്കാണുന്നത് ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോഴുള്ള തിരക്കാണ് കാണുന്നത്. ഇതൊക്കെ പാർക്കിങ്ങിന് വേണ്ടിയുള്ള തിരക്കാണ് കാണുന്നത്. അങ്ങനെ ജീപ്പ് ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ ബീച്ചിൽ കൂടെ നടന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു DJ പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പം നമ്മൾ ആ സ്റ്റേജിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ മരണക്കിണറും അതുപോലെ തൊട്ടിയൊക്കെ കണ്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ഈ റൈഡിലൊന്നും കയറാൻ പ്ലാനൊന്നുമില്ല. മെയിനായിട്ട് ആ കാണുന്ന സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.